തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ സാന്ത്വന കൂടാരത്തിലേക്ക് എല്ലാവർക്കും സ്നേഹാദരോടുകൂടി വന്ദനം. ഒരുവന് യേശുവിലെത്തിയാൽ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തി. ഓരോരുത്തരും യേശുക്രിസ്തു ഉള്ളിലുണ്ടാകാനായിട്ട്, രൂപപ്പെടാനായിട്ട് ഒരു ഈറ്റുനോവിലൂടെ കടന്നു പോകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തി. ക്രിസ്മസിനെ വരവേൽക്കുവാനായിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ ഓരോ ദൈവ അനുഭവത്തിന് ശേഷവും ആ മനുഷ്യൻ ഒരു പുതിയ ആളായിട്ട് മാറുന്നുവെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇന്നലെ വരെ നമ്മൾ ജീവിച്ച ജീവിതമല്ല ഒരു ദൈവാനുഭവത്തിന് ശേഷം ഇനി നമ്മൾ ജീവിക്കേണ്ടത്. ഒരു ക്രിസ്തുമസിൻ്റെ തിരുപ്പിറവിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാനും കൂടി ഭാഗ്യം കിട്ടുന്നുവെങ്കിൽ ഇന്നലെ വരെയുള്ള ജീവിതമല്ല ഇനി നമ്മൾ ഇന്നു മുതൽ ജീവിക്കേണ്ടത്. ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ പറയേണ്ടത്. ഇന്നലെ വരെ നമുക്ക് കൗതുകമായിട്ട് തോന്നിയ കാര്യങ്ങളാകണ്ട ഇന്ന് നമ്മുടെ കൗതുകങ്ങൾ. ഭ്രമിപ്പിച്ച കാര്യങ്ങളും കൊതിപ്പിച്ച കാര്യങ്ങളും നമ്മളെ വല്ലാതെ പ്രലോഭിപ്പിച്ച കാര്യങ്ങളും ഒക്കെ ഇന്ന് മുതൽ മാറി മറിയാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഒരു മൗനത്തിലൂടെ കടന്നു പോകുമ്പോൾ കുറേ കൂടി ശ്രേഷ്ഠമായ പ്രകാശമുള്ളൊരു ദൈവാനുഭവം ഓരോരുത്തർക്കും കൈവരും. അത്തരം ഒരു മൗനത്തിലൂടെ കടന്നു പോകാനും കൂടി ഒരു ക്രിസ്മസ് കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പതിയെ ഒന്ന് പരിശീലിക്കുവാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. നമുക്കിനി ഈ ഭൂമിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി നമ്മൾ ഓരോരുത്തരും ബോധപൂർവം കുറച്ച് നേരം വീതം എല്ലാ ദിവസവും നിശബ്ദരാകുക എന്നുള്ളത്. എന്തൊരു മലിനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഓരോരുത്തരും അവരവരുടെ പങ്ക് എന്തുമാത്രം ആക്രോശങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുക. യേശു പറഞ്ഞ ഒരു ഉപമയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് പ്രവേശിക്കാം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെ യേശു ഒരു കഥ പറഞ്ഞിരുന്നു. ഒരു ധനവാനുണ്ടായിരുന്നു, ലാസർ എന്ന് പറയുന്ന ദരിദ്രനായൊരു മനുഷ്യനുണ്ടായിരുന്നു. കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കഥയുടെ പശ്ചാത്തലവും നമുക്കറിയാം. ദരിദ്രനും രോഗിയും വ്രണങ്ങളാൽ നിറഞ്ഞ നായ്ക്കൾക്കൊപ്പം നക്കുന്ന വിധത്തിൽ ഈ ധനവാന്റെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ കിടക്കേണ്ടി വരുന്ന ഒരു ദരിദ്രനെക്കുറിച്ച് സുഖലോലുപതയിൽ, ആഡംബര ജീവിതത്തിൽ, ആർഭാടത്തിൽ, ഒത്തിരി അലങ്കാരങ്ങൾക്കകത്തൊക്കെ ജീവിച്ച ധനവാൻ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച്, രണ്ടുപേരുടെ മരണത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ഈ ഭാഗങ്ങൾ അറിയാം. എന്നിട്ടോ ഒരു നരകത്തിൻ്റെ അനുഭവത്തിലേക്ക്, തീയുടെ ഗന്ധകത്തിൻ്റെയൊക്കെ അനുഭവത്തിലേക്ക് ധനവാൻ പോവുകയും പർദീസയുടെ അനുഭവത്തിന് തുല്യമായി അബ്രഹാമിൻ്റെ മടിയിലേക്ക് ദരിദ്രൻ പോവുകയും പിന്നീടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ലൂക്കോസ് സുവിശേഷത്തിനകത്തെ പ്രത്യേകതയുള്ളൊരു സംഭവം കൂടിയായത്. ഒരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ഉപമയൊന്ന് തിരിച്ചാൽ ഈ ഭൂമിയിലെ ജീവിതമാണ് അതിലാദ്യത്തേത്. നമ്മളൊക്കെ ഇപ്പം ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് കാലത്തെ വരവേൽക്കുവാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട്, വിചാരം കൊണ്ട്, പരിസരങ്ങൾ കൊണ്ടൊക്കെ ഒരുങ്ങുന്നൊരു സമയം കൂടിയാണ് ഭൂമിയിലെ ജീവിതം. ധനവാന്റെ ജീവിതം കുറേ കൂടി മിഴിവുറ്റ ജീവിതമാണ്, മനോഹരമായ ജീവിതമാണ്, ഭയങ്കര രസകരമായൊരു ജീവിതം. ബഹളങ്ങളുള്ള, ആഡംബരങ്ങൾ, ആർഭാടങ്ങൾ, ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ഉള്ളൊരു ജീവിതമാണ്, അനക്കങ്ങളും ബഹളങ്ങളുമുള്ള ജീവിതമാണ്. എന്നാൽ ലാസറിൻ്റെ പരിതാപകരം എന്ന് പറഞ്ഞാൽ പോലെ തീർത്തും പരിതാപകരം. ഇങ്ങനെ ദേഹം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞ്, വ്രണങ്ങളൊക്കെ ഇങ്ങനെ നക്കുന്ന വിധത്തിൽ പറഞ്ഞാൽ പട്ടിക്കൂട്ടത്തിനകത്തെങ്ങാണ്ട ഈ മനുഷ്യൻ്റെ ജീവിതവും തോന്നും. രണ്ടാമത്തെ തലം മരണാനന്തര ജീവിതമാണ്. ആ മരണാനന്തര ജീവിത ഭാഗത്തിനകത്തും ഈ ധനവാനുമുണ്ട്, ലാസറുമുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വേദഭാഗം, രണ്ടുപേരും മരിച്ചു, പക്ഷെ അടക്ക് കിട്ടിയത് ആർക്കാണെന്നറിയോ? ധനവാനാണ്. അങ്ങനെയാണ് ലൂക്കോസ് സുവിശേഷം എഴുതുക. ധനവാൻ മരിച്ചു, സംസ്കരിച്ചെന്നാണ് പറയുക. ലാസർ മരിച്ചിട്ട് അങ്ങനെ വാക്കേയില്ല. ദരിദ്രന് ഇതൊന്നും കിട്ടുന്നില്ല, ദരിദ്രന് ഇതൊന്നും ആരും കൊടുക്കുന്നില്ല, ആൾക്ക് ഇതിനൊന്നും അവകാശമില്ല എന്നുള്ള ധാരണയിലാണ് എല്ലാവരുടെയും ജീവിതം. ദരിദ്രൻ എന്ന് പറയുന്ന ഇല്ലാത്തവനോട് അനുഭാവമില്ലാതായി മാറുന്നു. എല്ലാം പണമുള്ളവരുടെ മാത്രം ആഡംബര കൗതുക മേളകളായിട്ട് ഇക്കാലത്ത് മാറുന്നു. അപ്പോൾ ഓരോ ചെറിയ ചെറിയ നമ്മളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ നമ്മൾ വലിയ ഉത്സവമാക്കി മാറ്റുന്നു. ദരിദ്രൻ ഇതെല്ലാം മാറി നിന്ന് അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെയും വ്രണങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ചോര പൊടിയുന്ന അനുഭവങ്ങൾക്കകത്ത് നിന്ന് കാണുന്നുണ്ട്.
എന്തൊരു വൈരുദ്ധ്യമാണ് ഈ ജീവിതത്തിനകത്ത്. അപ്പോൾ മരണാനന്തരമായൊരു ജീവിതം. ധനവാനുമുണ്ട്, ലാസറിനുമുണ്ട്. ആ കാര്യത്തിൽ പക്ഷഭേദമില്ല, രണ്ടുപേർക്കുമുണ്ട്. വീണ്ടും മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ ധനവാന്റെ അവസ്ഥയാണ്, ധനവാന്റെ അപേക്ഷകളാണ്. അബ്രഹാം പിതാവിനോട് അവസാനം പരിഹാസ്യനായിത്തീരുന്നു ധനവാൻ. അതാണ് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം. ഈ മൂന്നാമത്തെ ഭാഗത്തിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇതാണ്. ധനവാന് അബ്രഹാമിനെ പിതാവെന്നൊക്കെ സംബോധന ചെയ്യുന്നുണ്ട്. പിതാവേ, ആ ലാസറിനെ ഇങ്ങോട്ട് അയക്കണം, എൻ്റെ നാക്കയിൽ കുറച്ച് തുള്ളി വെള്ളം തരണം. വീണ്ടും ഒരു അപേക്ഷയോടെ വെക്കുന്നുണ്ട്. പിതാവേ, ഭൂമിയിലേക്ക് അവനെ നയിക്കണം. എൻ്റെ സഹോദരന്മാർ 5 പേരും കൂടി ഉണ്ട്. അവന്മാർ ഈ മാതിരിയുള്ള ജീവിതമാണ് അവിടെ നയിക്കുന്നത്. ഒരു മാറ്റവും മാനസാന്തരം ഉണ്ടാകാൻ ലാസറിനെ അയക്കണം. അബ്രഹാം തിരിച്ച് ധനവാനെ മകനെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ അപ്പൻ മകൻ ബന്ധമൊക്കെ അവിടെ രൂപപ്പെടുന്നുണ്ട്. ശരിക്കും അബ്രഹാം ആരുടെ പിതാവാണ്? ഇസ്രായേൽക്കാരുടെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ പിതാവാണ് അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്. വലിയൊരു കാര്യമുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇസ്രായേൽക്കാർ. ആ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠ പിതാവാണ് അബ്രഹാം. അങ്ങനെ അബ്രഹാമും ധനവാനും അങ്ങനെ ഒരു ബന്ധമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ധനവാൻ. പക്ഷെ ആ തിരഞ്ഞെടുപ്പ് ഒരു രക്ഷയിലേക്ക് എത്തിയില്ല. അല്ലെങ്കിൽ ആ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ധനവാൻ രക്ഷപ്പെടുന്നില്ല. സ്നേഹം പങ്കുവെക്കാതെ പോയതിനാൽ ധനവാന് തിരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ട് പോലും രക്ഷയുടെ അനുഭവം സ്വന്തമായില്ല. നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വർഗമാണ് നമ്മളും. യേശുവിൻ്റെ തിരു ശരീരത്താലും രക്തത്താലും വീണ്ടെടുക്കപ്പെട്ടവർ, മാമോദീസ എന്ന കൂദാശയാലും നമ്മൾ ശ്രേഷ്ഠരായി മാറിയവർ. ആ പേരിലൊക്കെ നമ്മൾ രക്ഷപ്പെടുമോ? അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു ചോദ്യം. അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നുവെങ്കിൽ വലിയ രക്ഷയായിട്ടത് മാറുന്നു. ഈ ഒരു ധനവാന്റെയും ലാസറിൻ്റെ ഉപമ യേശു പറഞ്ഞ കഥകളിൽ ആകപ്പാടെ പേരുള്ള ഏകയാൾ ഈ ലാസറാണ്. ദരിദ്രനായ മനുഷ്യന് ലാസറിന് മാത്രം അങ്ങനെ പേരുള്ളൂ. വേറെ യേശു പറഞ്ഞ കഥകളിലെ ഒരു കഥാപാത്രത്തിനും സ്വന്തമായിട്ടൊരു പേരില്ല. ഒരു 4 കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് ചിന്തിച്ചാൽ കുറേ കൂടി രസകരമാണ്. ഒരു ക്രിസ്മസിൻ്റെ നല്ല അനുഭവത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ചില വിചാരങ്ങൾ കൂടി നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ധനത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം. വെറും കാഴ്ചപ്പാടല്ല, ആർത്തി പിടിച്ച ധൂർത്തിൻ്റെ വിചാരങ്ങളുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടല്ല, ശരിയായ ഒരു ക്രിസ്തു മിഴികളിലൂടെ നമുക്കൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം. ധനവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാത്ത ധനം, അതിനെതിരെയാണ് യേശു. ധനത്തിനോ ധനവാന്മാർക്കെതിരോ അല്ല ഒരിക്കലും. ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ സൂചിക്കുഴയിലൂടെ ഒട്ടകം കടക്കുന്നതാണെന്നോ എളുപ്പമെന്നൊക്കെ പറഞ്ഞ് യേശു വചനത്തെ മറന്നിട്ടില്ല. എങ്കിലും പറയുക, ഒരിക്കലും യേശു ധനത്തിനോ ധനവാന്മാർക്കോ എതിരായിരുന്നില്ല. കാരണം യേശു വിരുന്നുണ്ണാൻ ഭവനങ്ങളിൽ പോകുന്നതായിട്ട് സുവിശേഷം പറയുന്നില്ലേ? വിരുന്നൊക്കെ വീടുകൾ നടത്തണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല വിരുന്ന് നടത്തുക. ആളുകളെ വിളിക്കുക, സമൃദ്ധിയായിട്ട് ആഹാരം വിഭവങ്ങൾ കൊടുക്കുക, ധനവാന്മാർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ധനത്തിനോ ധനവാന്മാർക്കോ ഒന്നും യേശു എതിരായിരുന്നില്ല. യേശുവിൻ്റെ മരണാനന്തരം യഹൂദ മത ആചാര പശ്ചാത്തലത്തിൽ സംസ്കരിച്ചു. എന്തുമാത്രം സുഗന്ധദ്രവ്യങ്ങൾ വേണ്ടി വരുമെന്നറിയോ? നിക്കോദീമോസും അരിമത്തിയേക്കാൻ യൗസേപ്പൊക്കെ കൂടി പണം മുടക്കി കടകളിൽ നിന്ന് ഇതൊക്കെ മേടിച്ച് ആണ് ചെയ്തത്. കൃത്യമായിട്ട് നമുക്ക് സുവിശേഷങ്ങളുടെ അവസാന ഭാഗങ്ങൾ വായിച്ചാൽ പിടികിട്ടും. യഹൂദ മതാചാരപ്രകാരം യേശുവിനെ സംസ്കരിച്ചു, കബറടക്കി. അപ്പോൾ ഒരിക്കലും ധനത്തിനോ ധനവാന്മാർക്കും യേശു എതിരായിരുന്നില്ല. പക്ഷേ യേശു എതിരായിരുന്നു പങ്കുവെക്കാത്ത ധനത്തിനും പങ്കുവെക്കാൻ മനസ്സില്ലാത്ത ധനവാന്മാർക്കെതിരെ യേശു എതിരായിരുന്നു. അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നീ നിത്യജീവനൊക്കെ ആഗ്രഹിക്കുന്ന കൊള്ളാൻ കുഴപ്പമില്ല, പക്ഷേ നിനക്കൊരു കുറവുണ്ട്, നിൻ്റെ സമ്പത്താണ്, അത് മുഴുവൻ നീ ദരിദ്രർക്ക് കൊടുക്കണം, എൻ്റെ പിന്നാലെ വേണം. ചില ഇടങ്ങളിൽ ക്രിസ്തു ഭയങ്കരമായി കാർക്കശ്യം പുലർത്തിയിരുന്നു ധനത്തിനോ ധനവാന്മാർക്കോ ഒക്കെ എതിരായി. അത് ശരിയാണ്. അപ്പോൾ പങ്കുവെക്കാത്ത ധനം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-25 വചനഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സമ്പന്നന്മാരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഒരു 4 ദുരിതങ്ങൾ അല്ലെങ്കിൽ അഷ്ടസൗഭാഗ്യങ്ങളെന്നൊക്കെ പറയുന്നത് പോലെ ഭാഗ്യവാന്മാരുടെ പട്ടികളൊക്കെ വായിക്കുന്നതിനോടൊപ്പം തന്നെ ലൂക്കോസ് സുവിശേഷകൻ 6-ാം അധ്യായത്തിൻ്റെ 24-25 ഭാഗങ്ങളിൽ 4 കൂട്ടം ആളുകൾക്ക് ദുരിതമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചിരിക്കുന്നവരെ ദുരിതം. അതിൽ ആ 4 കൂട്ടം കാര്യങ്ങൾക്കകത്ത്
ആദ്യം പറയുന്നത് സമ്പന്നന്മാരെ നിങ്ങൾക്ക് ദുരിതമെന്നാണ്. പങ്കുവയ്ക്കാത്ത സമ്പത്ത്, പങ്കുവെക്കാൻ മനസ്സില്ലാത്ത സമ്പന്നര്, അവർക്കെതിരെയാണ് ക്രിസ്തു, സംശയമില്ല. ഭോഷനായ ധനികന്റെ ഉപമയും ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. 12-ാം അധ്യായം. ഭോഷനായ ധനികന്റെ കുഴപ്പം എന്തായിരുന്നു? അയാൾ മോഷ്ടാവായിരുന്നില്ല, ആരുടെയും അയാൾ പിടിച്ചു പറിച്ചിട്ടില്ല. പിന്നെയോ പങ്കുവെക്കാനായിട്ട് അയാൾക്ക് മനസ്സ് വന്നില്ല. ഒരു വർഷം സമൃദ്ധിയായിട്ട് വിളവുണ്ടായി. സമൃദ്ധിയായിട്ട് വിളവുണ്ടായ വർഷം അയാൾ അതെല്ലാം തൻ്റെ സംഭരണശാലകളിൽ നിറച്ചു വെച്ചു. വിസ്തൃതി പോരം തോന്നിയതുകൊണ്ട് അവയെല്ലാം പൊളിച്ചു കുറയും കൂടി വിസ്തൃതമാക്കുകയും ചെയ്തു. പങ്കുവെക്കാതെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അയാൾ വിനിയോഗിച്ചു, തനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ഏതൊരാളും ക്രിസ്തുവിൽ നിന്ന് ഒത്തിരി അകലെയാണ്. അവരനെ കൂടി മുഖവിലക്കെടുക്കുന്ന, അവരൻ്റെ വേദനകളും അവൻ്റെ വിശപ്പുകൾക്കും കൂടി പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ അത്ര ഒരു മനസാക്ഷിയോടുകൂടിയുള്ളൊരു ജീവിതം യേശു മൂല്യങ്ങളിൽ ജീവിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൊടുക്കുവാനായിട്ടും കാഴ്ച വെക്കുവാനായിട്ടും നമുക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ അപരാധം നിറഞ്ഞ ജീവിതമാണ്, അന്ധകാരം പിടിച്ച ജീവിതമാണ് ഓരോരുത്തരും നയിക്കുന്നതെന്ന് ഉറപ്പായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പങ്കുവെക്കാത്ത ധനം അതൊരു വലിയ അപകടം പിടിച്ച കാര്യമാണ്. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര നടത്തുന്നതിനെക്കുറിച്ചും ലൂക്കോസ് സുവിശേഷം പറയുന്നുണ്ട്. അവസാന അധ്യായത്തിൽ 2 ശിഷ്യർ യാത്ര പോവുക, അവർക്കൊപ്പം യേശുവും കൂടെ കൂടി. അങ്ങനെ 3 പേരുടെ യാത്രയായി. അവർ പോയ വഴിക്ക് വാദിക്കുകയും തർക്കിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്തു. അവയൊക്കെ എങ്ങനെയാണ് അവസാനിച്ചതെന്നറിയോ? ആ കലഹവും തർക്കവും വാദവും ഒക്കെ അവസാനിച്ചത് അവർ ആ ദിവസം തീരാറായ സമയത്ത്, സന്ധ്യയോടടുത്ത സമയത്ത് അവൾ അപ്പവും വാസസ്ഥലവുമൊക്കെ ഈ അപരിചിതനുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് മനസ്സായപ്പോൾ അപരിചിതൻ ക്രിസ്തുവാണെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അപ്പോൾ തങ്ങളുടെ അപ്പവും തങ്ങളുടെ പാർപ്പിട സൗകര്യങ്ങളുമൊക്കെ തങ്ങൾക്കപ്പുറത്തുള്ള ഒരുവനുമായിട്ട് കൂടി പങ്കുവെക്കുവാനായിട്ട് മനസ്സായപ്പോഴാണ് യേശുവിൻ്റെ അനുഭവം അവർക്ക് വെളിപ്പെട്ട് കിട്ടുക. പങ്കുവെക്കുവാൻ തയ്യാറാവുക. ഈ 2 കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഭോഷനായ ധനികനെ പോലെ സമ്പത്തിങ്ങനെ തനിക്ക് വേണ്ടി മാത്രം സ്വരൂപിച്ച് കുന്നുകൂട്ടുന്നവർക്കെതിരെയാണ് ക്രിസ്തു. അതൊന്നും നമ്മളിപ്പം കണ്ടു. ഭോഷനായ ധനികനെ പോലെ സമ്പത്ത് തനിക്ക് വേണ്ടി മാത്രം, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ 3 വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂട്ടുന്ന ആളുകൾക്കെതിരെയാണ് ക്രിസ്തു. പിന്നെയോ ധൂർത്തപുത്രനെ പോലെ സകല സമ്പത്തും ധൂർത്തടിക്കുവാനുള്ള ഭ്രമവും ശ്രമവും മോഹവുമൊക്കെ ആളുകളുള്ളൂ, അങ്ങനെയുള്ള ആളുകൾക്കെതിരെയുമാണ് ക്രിസ്തു. ഓർക്കണേ, 2 വശവും കൃത്യമായിട്ട് സുവിശേഷം നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. പങ്കുവെക്കാതെ പോകുന്ന സമ്പത്തിനും പങ്കുവെക്കാത്ത സമ്പന്നനും എതിരെ ക്രിസ്തു കലഹിക്കുന്നത് പോലെ എല്ലാം തനിക്ക് വേണ്ടി ധൂർത്തടിക്കുന്ന ഒരാളെക്കുറിച്ചും പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ, അയാൾക്കെതിരെയുമാണ് ക്രിസ്തു. ധനവാനെക്കുറിച്ച് എന്താണ് ഇവിടെ പരാമർശം? ചെമന്ന പട്ടുവസ്ത്രം, മൃദുല വസ്ത്രം, രാജകീയ വേഷ സംവിധാനം. ഓർക്കണ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക. ഇപ്പോൾ സ്റ്റാർ ഹോട്ടൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾ, രുചിയുള്ള, സ്വാദുള്ള, ഗുണപരമായ, എന്താ പറയുക, മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഓർക്കുന്നില്ല, ഈ ഒരു രാത്രി ആഹാരത്തിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ചെലവഴിച്ച ഭീമമായ തുകയുണ്ടെങ്കിൽ ഒരു സാധാരണ ദരിദ്രൻ്റെ കുടുംബത്തിന് 1 മാസക്കാലം അരവയറളവിൽ അത്താഴം കഴിക്കാൻ പറ്റുമായിരുന്നു. ഒരു നേരം ഒരു 6-7 പേർ ഒരു സ്റ്റാർ ഹോട്ടലിൽ അത്താഴത്തിന് വേണ്ടി ചിലവഴിച്ച പണം ഉണ്ടെങ്കിൽ ഒരു ദരിദ്രൻ്റെ വീട്ടിൽ 3, 4, 5 പേർക്ക് അരവയറളവിൽ 1 മാസക്കാലമെങ്കിലും അത്താഴം കഴിക്കാൻ പറ്റുമായിരുന്നു. ഒരു ദിവസം താമസിക്കാനായിട്ട് ഏറ്റവും മുന്തിയൊരു ഹോട്ടൽ മുറി തിരഞ്ഞെടുക്കുന്ന ഒരാളൊന്ന് ഓർക്കണം, മഴ ചോരുന്ന ആ മൺകുടിലിൽ ആ ഓലയൊന്ന് മാറിക്കെട്ടാനായിട്ട് ഈ പണം മതിയാവും. അപ്പോൾ ജീവിതത്തിൽ സ്വന്തം മകളെ എന്താ പറയുക, 25 ലക്ഷം രൂപയും 251 പവനും കൊടുത്ത് കെട്ടിച്ചയക്കുന്ന ധനികനായ ഒരു അപ്പൻ ഓർക്കണം, തൻ്റെ വീടിനെ തൊട്ട് ചേർന്നുള്ള ഈ ലാസറിൻ്റെ വീട്ടിലെ പെങ്കൊച്ച് എന്താ കെട്ടുതാലിക്ക് പോലും നിവൃത്തിയില്ലാതെ വിവാഹം മുടങ്ങി വീട്ടിലിരിക്കുന്നുണ്ട്.
അപ്പോൾ ആർഭാടത്തിൻ്റെയും ആഡംബര അലങ്കാര ജീവിതത്തിൻ്റെയും ഇടയിൽ നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ ഒക്കെ കാണാതെ പോകുന്ന ഇത്തരം ലാസർമാരെക്കുറിച്ചൊരു വിചാരം വേണ്ടേ? ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെയും പ്രകൃതിയുടെയും ഭൂമിയുടെയൊക്കെ ഉടയവൻ ഏറ്റവും ദരിദ്രനായി പിറന്നതിൻ്റെ ഒരു ഓർമ്മ കൂടിയല്ലേ? അവൻ ഇടം കിട്ടാതെ പോയെന്നൊക്കെയല്ലേ പറയുക. ലാസറിനെ കുറിച്ച് പരാമർശത്തിലേക്ക് വന്നാൽ, മേശയിൽ നിന്ന് വീഴുന്ന യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഇത് പട്ടിയോടൊക്കെ പൊരുതി തിന്നുകൊണ്ടിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റും ഇത്തിരി ഒരു ഗവേഷണമൊക്കെ നടത്തി പോയാൽ, മേശമേൽ വീഴുന്ന അപ്പക്കഷ്ണങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്ന ആഹാരം കഴിച്ചതിന് ശേഷം അവയുടെ എണ്ണമയവും മണമൊക്കെ പോകാനായിട്ട് റൊട്ടി കൊണ്ട് കൈ തുടയ്ക്കുന്ന ഒരു രീതിയുണ്ട് അത്ര അവിടെ. സമ്പന്നർക്കിടയിലെ വിരുന്നിൻ്റെ വിശേഷങ്ങളായത് കേട്ടോ. അവരുടെ ആഹാരം കഴിപ്പ് കഴിയുമ്പോൾ കൈ തുടയ്ക്കുവാനും കയ്യിലെ ഗന്ധം അകറ്റുവാനുമായിട്ട് റൊട്ടി കൊണ്ട് കൈ തുടയ്ക്കുക. ആ റൊട്ടി മേശയിലേക്കിടും, മേശയിൽ നിന്ന് താഴേക്ക് പണിക്കാരെടുത്തിടും, അവിടുന്ന് ഇത് വാരി വെളിയിൽ കളയുന്നത് പട്ടികൾക്കൊപ്പം ഈ ലാസർ എന്ന് പറഞ്ഞ ദരിദ്രന് കടിപിടി കൂടി കഴിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ. അപ്പോൾ പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കിടയിൽ ഇല്ലാതെ പോകുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം ഈ വർഷത്തെ ലഭിച്ച, ഒട്ടുമിക്ക മലയാള പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളത്തിലെ ഒരു നല്ല മുതിർന്ന എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ സാറാണ്. സാറിനൊരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കും. ഇതാണ് ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അങ്ങനെയാണ്, ഒരു വലിയ പുസ്തകമാണ്. ഒരു തവണയെങ്കിലും അതൊന്ന് വായിക്കണം, വായിക്കാതെ പോകരുത്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. എന്നിട്ടോ അത്ര വലിയ സുഖങ്ങളൊന്നുമില്ലാത്ത അസ്വസ്ഥതകളുടെയും അസുഖങ്ങളുടെയും ഒക്കെ അകത്ത് ജീവിക്കുന്ന വർത്തമാനകാല മനുഷ്യരെക്കുറിച്ചുള്ള നല്ല ഒരു കാഴ്ച നമുക്ക് കിട്ടും. എന്തൊരു പൊള്ളയായ വിചാരങ്ങളിൽ, പൊള്ളയായ വിശേഷങ്ങൾക്ക് മീതെയൊക്കെയാണ് ഓരോരുത്തരും ഈ ചില്ലുകൊട്ടാരവും ചീട്ടുകൊട്ടാരവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മരണമാണ് ഈ രണ്ട് മനുഷ്യരെയും പിടികൂടിയത്. ആരെയൊക്കെയാണ്? ധനവാനെയും പിടികൂടി, ലാസറിനെയും പിടികൂടി. ലാസർ ഒരു പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നെന്ന്. ധനവാൻ ഒരിക്കലും അങ്ങനെ വിചാരത്തെക്കുറിച്ച് വിചാരിച്ചിട്ടേ ഇല്ല. ഭോഷനായ ധനികനും അങ്ങനെയല്ലേ. ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ തിരികെ എടുത്താൽ നീ എന്ത് ചെയ്യും? ഈ നേടിയതൊക്കെ ആർക്കാം? അതുകൊണ്ട് ധനികനോ ഭോഷനായി മനുഷ്യനൊന്നും മരണത്തെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടികൂടാവുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു ധാരണ ആവശ്യമാണ്. അതില്ലാതെ കൂടി നമ്മൾ ജീവിക്കുന്നുണ്ട്. ഒരു പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ മനോഭാവം കിട്ടുവാനായിട്ട്, ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, ദരിദ്രർക്ക് വേണ്ടി അല്പമെങ്കിലും ഒന്ന് മാറ്റിവെക്കാനായിട്ടൊരു മനസ്സ് കിട്ടാനായിട്ട് സ്വന്തം മരണത്തെ ഒന്ന് ധ്യാനിച്ചാൽ മതി എന്നാണ് പറയുക. ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ, ഉടമസ്ഥനാണ് ഞാൻ, ദൈവം പറയുക, തിരികെ എടുത്താൽ നീ നേടിയതും സംഭരണശാലകൾ വിസ്തൃതമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുമായ ഈ വിഭവങ്ങൾ പിന്നെ ആരുടേതാ? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ കഥയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗത്തെ ഒരു നിരീക്ഷണമോ ചോദ്യമോ ഒക്കെ ഇത്. അതുകൊണ്ട് തന്നെ മരണത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെയും കുറച്ചൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള, നമ്മളിങ്ങനെ എല്ലാം കൂടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അനുഭവത്തിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നതാണ് നല്ലതെന്നുള്ള തിരുവചനമൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പറ്റും. കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന മാഷിൻ്റെ ഒരു നല്ല കവിതാ സമാഹാരമാണ് സമയപ്രഭു. മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് സമയപ്രഭു. അതിനകത്തൊരു കവിതയുണ്ട്. മരണമാണ് സബ്ജക്റ്റ്. അതിങ്ങനെയാണ്: ബൈക്കിൽ കുതിക്കുന്ന ഈ ചെറുപ്പക്കാരൻ 24 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് അപകടത്തിൽപ്പെടും. അയാൾക്കതറിഞ്ഞുകൂടാ. എവിടെ കൃത്യസമയത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ് അയാൾ വേഗം കൂട്ടി പോകുന്നതെന്ന്. ബൈക്കിൽ കുതിക്കുന്ന ഈ ചെറുപ്പക്കാരൻ 24 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അപകടത്തിൽപ്പെടും. അയാൾക്കറിഞ്ഞുകൂടാ എവിടെ കൃത്യസമയത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ് അയാൾ ഇപ്പോൾ ഇങ്ങനെ വേഗം കൂട്ടി പോകുന്നതെന്ന്. പാടവരമ്പത്തിലൂടെ നടന്നും ഓടിയും വന്ന മധ്യവയസ്ക നിമിഷങ്ങൾക്കകം ഇടിഞ്ഞു വീഴാനിരിക്കുന്ന ബസ് ഷെൽട്ടറിലേക്ക് തക്ക സമയത്ത് കയറി നിൽക്കുന്നു. സമയത്തെത്തിയല്ലോ അവൾ ആശ്വസിക്കുന്നു.
സാരിത്തുമ്പ് കൊണ്ട് വിയർപ്പ് ഒപ്പുന്നു. ഇത്രയേ ഉള്ളൂ. പാടവരമ്പത്തിലൂടെ നടന്നും ഓടിയും വന്ന മധ്യവയസ്ക നിമിഷങ്ങൾക്കകം ഇടിഞ്ഞു വീഴാനിരിക്കുന്ന ബസ് ഷെൽട്ടറിലേക്ക് തക്ക സമയത്ത് കയറി നിൽക്കുന്നു. സമയത്തെത്തിയല്ലോ എന്നുള്ള ആശ്വാസത്തോടെ സാരിത്തുമ്പ് കൊണ്ട് വിയർപ്പൊപ്പുന്നു. അടുത്ത ഒരു ഭാഗം കുറച്ചും കൂടി നമ്മളെ ഭാരപ്പെടുത്തും. ഇന്ന് വൈകുന്നേരം കുഴഞ്ഞു വീണ് തീരുവാനിരിക്കുന്നവളോട് പിണങ്ങി ഉണ്ണാതിരിക്കുകയാണ് ഭർത്താവ്. അതോട് വായന നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇന്ന് വൈകുന്നേരം കുഴഞ്ഞു വീണ് തീരുവാനിരിക്കുന്നവളോട് പിണങ്ങി ഉണ്ണാതിരിക്കുകയാണ് ഉച്ചനേരത്തെ ഭർത്താവ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഇത്രയേ ഉള്ളൂ, ജീവിതത്തിൻ്റെ ദൈർഘ്യമെന്നൊക്കെ ആയുസ്സിൻ്റെ നീളമെന്നൊക്കെയുള്ള ഒരു ധാരണ കിട്ടിയാൽ എന്ത് വേഗം മനുഷ്യർക്ക് കുറെ കൂടി സ്നേഹിക്കാൻ പറ്റും. അടുത്ത നിമിഷം ഒപ്പമുള്ള ആൾ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല എന്നുള്ള വിചാരത്തിൽ നമുക്ക് കുറേ കൂടി ഹൃദ്യമായിട്ടും സ്നേഹത്തോടെ ഒന്ന് കണ്ണിൽ നോക്കുവാനും ഒന്ന് തൊടുവാനും ഒക്കെ പറ്റത്തില്ലേ? എന്തൊരു യാന്ത്രികമായ സ്നേഹത്തിലെ ഓരോരുത്തരും ജീവിക്കുക. ഒരു തണുപ്പില്ല, നനവില്ല, കുളിരില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഉപമ ഒരു ക്രിസ്തുമസിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണം. ധനത്തെപ്പറ്റി ഒരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. പിന്നെ മരണാനന്തര അവസ്ഥയുണ്ടല്ലോ, മരണശേഷം ധനവാനും ലാസറും 2 സ്ഥലത്തെത്തി. ലാസർ ഒരു അബ്രഹാമിൻ്റെ മടിയിൽ പറുദീസയുടെ അനുഭവത്തിലെത്തി. ധനവാൻ ഒരു പാതാളത്തിൻ്റെ തീപ്പൊയ്കയുടെയും ഗന്ധകത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവത്തിലെത്തി. ഭയങ്കരമായൊരു അകലമുണ്ട് അബ്രഹാമിൻ്റെ മടിയും ധനവാന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഇടവും തമ്മിൽ. ഈ അകൽച്ച എങ്ങനെയാണ് ഉണ്ടായത്? ഈ അകൽച്ച രൂപപ്പെട്ടത് ഭൂമിയിൽ ധനവാൻ മനുഷ്യരോട് പുലർത്തിയ ചെറിയ ചെറിയ അകലങ്ങളുടെ ആകത്തുകയാണ്. 100ഓളം മനുഷ്യർ ഈ ധനവാന്റെ പരിസരത്തുണ്ടായിരുന്നിരിക്കെ ഇവരോടൊക്കെ ധനവാൻ പുലർത്തിയ ബോധപൂർവമായ നിഷേധ അകലം ഒടുവിൽ മരണാനന്തര ജീവിതത്തിൽ ദൈവവുമായിട്ട് രൂപപ്പെടുന്നു. അത്രയേ ഉള്ളൂ. താൻ ഭൂമിയിൽ വരുത്തി വെച്ച മുഴുവൻ അകലങ്ങളും ഒടുവിൽ മരണാനന്തരം ദൈവവുമായിട്ടുള്ള അകലമായിട്ട് മാറുന്നു. ഭൂമിയിൽ എന്തൊരു അകലത്തിലാണ് ഓരോരുത്തരും ജീവിക്കുക. അപ്പോൾ ഈ അകലം നമുക്ക് പിന്നീട് വലിയ അപകടകരമാകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഓർമ്മപ്പെടുത്തൽ. അങ്ങനെയാകുമ്പോൾ ഒരു മൗനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ആ മൗനം ഇന്ന് ഭൂമിക്ക് കൊടുക്കാവുന്ന, നമുക്ക് ഓരോരുത്തരും കൊടുക്കാവുന്ന ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തി കൂടിയാണ്. അങ്ങനെ ഒരു മൗനത്തിലൂടെ ഒരു ക്രിസ്മസ് അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ധനവാന്റെയും ലാസറിൻ്റെ ഉപമ മനുഷ്യരെ കുറെ കൂടി സ്നേഹത്തോടെ പരിഗണിക്കണം. ഒരു ദരിദ്രനായിട്ടാണ് യേശു പിറന്നത്. വാതിലുകളൊക്കെ അവന് നേരെ അടഞ്ഞു പോയിരുന്നു. അത്തരമൊരു വിചാരങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ധനത്തിനോ ധനവാന്മാർക്കോ എതിരായിരുന്നില്ല ക്രിസ്തുവെന്നും പങ്കുവെക്കാത്ത സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധനത്തിനെതിരെയും അത്തരം മനോഭാവം കൊണ്ടു നടക്കുന്ന ധനവാന്മാർക്കെതിരെയുമായിരുന്നു യേശു എന്ന് നമുക്ക് പതിയെ വെളിപ്പെട്ട് കിട്ടുന്നു. അങ്ങനെയാവുമ്പോൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യർക്ക് യേശുവിനെ കിട്ടിയത് ഒപ്പമുള്ള ആ വാസസ്ഥലവും ആ കൊണ്ടു നടന്ന അപ്പവും പങ്കുവെക്കുവാനായിട്ട് അവർ തയ്യാറായപ്പോഴാണ്. അങ്ങനെയാവുമ്പോൾ ആ ഭോഷനായ മനുഷ്യൻ കേട്ട ആ ഒരു വാക്യം, ഈ ദിവസം ആത്മാവിനെ തിരികെ എടുത്താൽ നീ സൂക്ഷിച്ചു വെച്ചതൊക്കെ ആർക്കാവും. അതുകൊണ്ട് തന്നെ ഒരു പങ്കുവെക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ക്രിസ്മസ് കാലം നമ്മളെ ബലപ്പെടുത്തണം, പരിശീലിപ്പിക്കണം. അങ്ങനെയൊരു ക്രിസ്മസ് കാലത്തിലൂടെ ശിഷ്ടകാലം ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ആമേൻ. സംരക്ഷിത ജാതികളിൽ വരുവിൻ